എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സജിന ഫിറോസ് റസൂൽ പുക്കൂട്ടി വിഷയത്തിൽ ചില നിർണായക തെളിവുകളൊക്കെ ആയിട്ട് നമ്മുടെ ദിയാസന രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സജിന ഫിറോസ് റസൂൽ പുക്കൂട്ടി വിഷയത്തിൽ ചില നിർണായക തെളിവുകളൊക്കെ ആയിട്ട് നമ്മുടെ ദിയാസന രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സജിന ഫിറോസ് റസൂൽ പുക്കൂട്ടി വിഷയത്തിൽ ചില നിർണായക തെളിവുകളൊക്കെ ആയിട്ട് നമ്മുടെ ദിയാസന രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സജിന ഫിറോസ് റസൂൽ പുക്കൂട്ടി വിഷയത്തിൽ ചില നിർണായക തെളിവുകളൊക്കെ ആയിട്ട് നമ്മുടെ ദിയാസന രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിലേക്ക് ഓരോരോ ആൾക്കാരാണ് എൻട്രി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഓരോരുത്തർ എൻട്രി ചെയ്യുമ്പോഴും ഇവിടെ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്നത് സജിനയത്തെയാണ്. ഈ വരുന്നവർക്കെല്ലാം പറയാനുള്ളത് സജിനയെ കുറിച്ച് മാത്രമാണ്. അത്രയ്ക്കും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വെറുപ്പിച്ചു വെച്ചിരിക്കുവാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലേക്ക് ദിയാസന എങ്ങനെ എൻട്രി ആയി, അതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫിറോസ് ഖാൻ റസൂൽ പുക്കൂട്ടിയും സജിനയും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡ് അയച്ചു കൊടുത്തത് മറ്റാരുമല്ല, ദിയാസനയായിരുന്നു. ദിയാസനയുടെ കയ്യിൽ എങ്ങനെയാണ് ഈ വോയിസ് റെക്കോർഡ് വന്നതെന്ന് ചോദിച്ചാൽ, ഒരു സമയത്ത് ഈ പറയുന്ന ദിയാസനയും പിന്നെ അതുപോലെ തന്നെ സജിനയും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. ഈ സമയത്ത് സജിന നൂർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ, റസൂൽ പുക്കൂട്ടിയുമായിട്ട് പിന്നെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വാക്കുതർക്കമൊക്കെ ഉണ്ടായാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ദിയാസനയ്ക്കും അതുപോലെ തന്നെ 2-3 ഫ്രണ്ട്സ് വേറെ ഉണ്ട് ഇവരുടെ, അവർക്കൊക്കെ അയച്ചു കൊടുക്കും. ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതിന് ഈ പിന്നെ സജിനയ്ക്ക് പ്രത്യേക ഒരു പർപ്പസ് ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സജിനയ്ക്ക് എങ്ങനെയെങ്കിലും റസൂൽ പുക്കൂട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു 3 കോടി രൂപ തട്ടിയെടുക്കണം. അപ്പൊ അതിനുവേണ്ടി റസൂൽ പുക്കൂട്ടിയെ ഭീഷണിപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് സജിന ഇമാതിരി പണികളൊക്കെ എടുക്കുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് റസൂൽ പുക്കൂട്ടിയുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്ന സമയത്തെല്ലാം അത് റെക്കോർഡ് ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നത്. പക്ഷെ ദിയാസന ഇവിടെ പണി പറ്റിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ അടുത്ത് ദിയാസനയും സജിനയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ സാഹചര്യത്തിൽ ദിയാസന എന്ത് ചെയ്തു, സജിന തനിക്ക് അയച്ചു കൊടുത്ത ഫോൺ റെക്കോർഡുകളെല്ലാം നേരെ ഫിറോസ് ഖാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഫിറോസ് ഖാൻ എന്ത് ചെയ്തു, അത് വെച്ചിട്ട് യൂട്യൂബിൽ അങ്ങോട്ടൊരു വീഡിയോയും ചെയ്തു. അതോടെ സജിന കൂടുതൽ എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ദിയാസന ചെയ്തത് ചെറിയൊരു ഊളത്തരം തന്നെയാണ്. ശരിക്കും പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു, ഒരു ഫ്രണ്ട് അയച്ചു കൊടുക്കുന്നത് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശം പിടിച്ച ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ആ ഊളത്തരം കാരണം ഒരു ഉപകാരം ഉണ്ടായി, ഒരാൾ അങ്ങോട്ട് എക്സ്പോസ്ഡ് ആയി. അപ്പൊ എനിവേ ഇങ്ങനെയാണ് ദിയാസന ഈ ഒരു ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ എന്തായാലും ഈ പിന്നെ ഫിറോസ് ഖാന് ഈ പൂക്കുട്ടിയും അതുപോലെ തന്നെ സജിനയും തമ്മിലുള്ള വോയിസ് റെക്കോർഡൊക്കെ പിന്നെ ചോർത്തി കൊടുത്തതോടെ ദിയാസനയാണ് ഇത് ചോർത്തി കൊടുത്തതെന്നുള്ള കാര്യം സജിന അറിഞ്ഞു. എന്ത് ചെയ്തു, ഈ പിന്നെ സജിന കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറെങ്കിലും ആ വീഡിയോ നീണ്ടു നിന്നിട്ടുണ്ട് കേട്ടോ. ആ ഇന്റർവ്യൂവിൽ മുഴുനീളം റസൂൽ പുക്കൂട്ടിയെ കുറിച്ചും ഫിറോസ് ഖാനെ കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് സജിന എന്ത് ചെയ്തെന്ന് അറിയോ, ദിയാസനയ്ക്ക് എതിരെ ഒരു അലിഗേഷൻ വെച്ചു. എന്താണ് ആ അലിഗേഷൻ? തന്റെ വീട്ടിൽ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കയറ്റി MDMA ഉപയോഗിച്ചു പോലും തന്നെ ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണത്. ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വന്നപ്പോഴത്തേക്കും അന്നേരം മുതൽ ദിയാസന ഒരു ദിവസം ഫുള്ള് എയറിലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ദിയാസന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത നൽകിക്കൊണ്ട് ചില തെളിവുകളും പുറത്തു വിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ദിയാസനയ്ക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളതെന്ന് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് ദിയാസന സജിനയെ പരിചയപ്പെടാനുള്ള സാഹചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. സജിനയെ പരിചയപ്പെടുമ്പോഴും സജിന ഫിറോസിക്കായുമായിട്ട് ഡിവോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫിറോസിക്ക ടോക്സിക് ആണ്, പ്രശ്നമാണ്, ഞാൻ മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, എനിക്ക് അറിയില്ല, നീ ഫിറോസിക്കായെ അറിയുന്നതല്ലേ, നിനക്ക് 10-15 കൊല്ലമായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് നീ ചിലപ്പോൾ ഫിറോസിക്കാക്കൊപ്പമായിരിക്കും, പക്ഷെ പുള്ളി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് എന്റെ അടുത്ത് വന്ന് വിഷയങ്ങൾ പറയണത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി അവരുടെ ഇമോഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നീ സമാധാനമായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ഫിറോസ്ക്കായെ വിളിച്ചിട്ട് എന്താ ഫിറോസ്ക്ക പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫിറോസ്ക്ക ഒരിക്കൽ പോലും സജിനയെ പറ്റിയിട്ട് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവരെന്തായാലും ഡിവോഴ്സ് ആയി, ഇനി വേറെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സജിനയ്ക്ക് റസൂൽ പൂക്കുറ്റിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. റസൂൽ പൂക്കുറ്റിയാണ് സജിനയുടെ കാമുകൻ എന്ന് സജിന എന്നോട് പറയാണ്. എന്റെ അറിവിലെ സജിന മോനെ ചക്കരെ മുത്തേ എന്ന് വിളിച്ച് നടക്കുന്ന ഒരു ഒരു ലേഡിയാണ്. സാധാരണ എല്ലാവരുടെ അടുത്തും വന്ന് ഭയങ്കര പാമ്പറിങ്ങിലൊക്കെ സംസാരിക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് ഞാൻ സജിനേനെ കാണുന്നത്. എനിക്ക് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് സജിനേനെ വളരെ ക്ലിയർ കട്ടായിട്ടും ഈ അടുത്ത് വന്ന് താമസിക്കാൻ ഇവിടെ വന്നിട്ടും 1.5 വർഷമായിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് അറിവ്. കാരണം ഈവനിങ്ങിലൊക്കെ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ വേറെ ഫ്രണ്ട് സർക്കിളിലും പല സർക്കിളിലുമായിട്ട് സജിനേനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ അറിയാം. അപ്പം സജിനയും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സജിന അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. ഇത് കാരണം റസൂൽ പൂക്കുട്ടി എന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ചെല്ലാവോ,
ഒന്ന് സജനേനെ ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നുണ്ടാവും. അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ശ്രീകാര്യത്ത് നമ്മുടെ കിരൺ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് എന്നിട്ട് അവൾ വന്ന് പറയും പിറ്റേ ദിവസം, എടി ഞാൻ വെറുതെ ഇക്കായെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ കേട്ടോ, ഇതൊക്കെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലേ ഞാൻ വരച്ച വരയിൽ നിക്കോളെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നീ എന്തുവാ ഇങ്ങനെയൊക്കെ ആവുന്ന, ടോക്സിക് ആവുന്ന എന്താ, എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ആ വിഷയങ്ങളെ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങ് വിട്ട് കളയുമായിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചക്കരെ മുത്തേ ഇക്കു മുത്തേ തേനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണ കാണുമ്പോൾ നമ്മൾ ഇത്തരം പ്രൈവസിയിൽ ഇടപെടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ബന്ധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്കാണ് ചില പ്രശ്നങ്ങൾ കാരണം ഈ പറയുന്ന സജിനയും ദിയാസനയും തമ്മിൽ തെറ്റുന്നത്. അതിന് പിന്നാലെയാണ് ദിയാസന സജിനയുടെ പിന്നെ വോയിസ് റെക്കോർഡ് ചോർത്തി കൊടുക്കുന്നത് ഫിറോസ് ഖാന്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറയുന്ന സജിന ദിയാസനയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് ആ അലിഗേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദിയാസന തന്റെ ഫ്ലാറ്റിൽ വന്നിട്ട് പിന്നെ അതും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരുമായിട്ടാണ് വന്നത്. അവരുമായിട്ട് MDMA ഉപയോഗിച്ചു, അതുപോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സജിനയെ നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ദിയാസന സജിനയെ വെല്ലുവിളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ സജിനനെ വെല്ലുവിളിക്കുകയാണ്. സജിനന്റെ അടുത്ത് ഞാൻ MDMA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എന്റെ ബേസിസിൽ ആരെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ സജിന പ്രൂവ് ചെയ്യണം. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ ജനങ്ങളോട് ചലഞ്ച് ചെയ്യാണ്. ഇനി ഞാൻ വന്ന് സജിന പറഞ്ഞപ്പോൾ തിരിച്ച് ചലഞ്ച് ചെയ്യുന്നതല്ലല്ലോ ഞാൻ ചെയ്യേണ്ട കാര്യം. ഞാൻ നിങ്ങളടുത്ത് ചലഞ്ച് ചെയ്യാണ്. എന്റെ ജീവിതം എന്നോട് ചോദ്യചിഹ്നമാക്കിയത് ഞാനൊരു MDMA ഉപയോഗിക്കുന്ന ആളാണോ ഡീലറാണോ എന്ന രീതിയിലാണ്. അതും ഒരു മാനസിക നില തെറ്റി ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വന്ന് എന്തൊക്കെയോ വിളിച്ചു കൂവിയപ്പോ എനിക്കിപ്പോ അത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് മാനസിക രോഗികളെ പോലെയാണ് അവരുടെ പെരുമാറ്റം. ഇടയ്ക്ക് ചിരിക്കും, അവരെന്തൊക്കെയോ പറയും, എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ പറയുന്നു. അവരുടെ ഇന്റർവ്യൂസുകളോ എല്ലാം ഞാൻ കണ്ടു. നിങ്ങളെ മുമ്പിൽ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നത്, ഞാൻ എന്റെ മുടിയോ മലമോ മൂത്രമോ ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന റിപ്പോർട്ടാന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്നോണ്ട് പറയും എന്താണെന്ന് അറിയാവോ, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഞാൻ സമൂഹത്തിൽ പ്രതികരിക്കുന്ന പെണ്ണാണ്, ഞാൻ കുറച്ച് അഹങ്കാരിയാണ്, ഞാൻ കുറച്ച് തന്റേടിയാണ്. അപ്പം നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ കൊണ്ടുവരുന്നതൊക്കെ ഫേക്കാന്ന് പറയും, ഫേക്ക് അലിഗേഷൻസ് വെക്കും. ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾ ആര് വേണമെങ്കിലും എന്നെ ചോദ്യം ചെയ്ത മനുഷ്യരോടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആര് വേണമെങ്കിലും എന്റെ അടുത്ത് വന്നോളൂ. എന്റെ വീട് കൗടിയാർ ഗോൾഫിൻസ് റോഡിന്റെ അവിടെയാണ്. PPD ഫ്ലാറ്റിന്റെ പുറകിലാണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ അവിടെ വന്ന് ആരോട് ചോദിച്ചാലും എന്റെ അപ്പാർട്ട്മെന്റ് കാണിച്ചു. കണ്ടില്ല, അത്രക്ക് ധൈര്യത്തോടെയാണ് ദിയാസന വിളിച്ചു പറയുന്നത്, അത്രക്ക് കോൺഫിഡന്റോടെയാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ദിയാസന പക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഇനി ദിയാസനയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് MDMA ഉപയോഗിച്ചിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അല്ലെന്നുണ്ടെങ്കിലാണ് പെടാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ MDMA നിങ്ങൾ ഉപയോഗിച്ച കാര്യം പുറത്തു വരും, ആരെങ്കിലും ഒക്കെ കൊണ്ടുവരും. നേരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിനയായിട്ട് മാറും. അല്ല, സോഷ്യൽ മീഡിയയുടെ ഒരു രീതി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ റസൂൽ പൂക്കൂട്ടിയും ദിയാസനയും കൂടെ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡും പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണിത്. റസൂൽ പൂക്കുട്ടി അതിനകത്ത് പറയുന്നുണ്ട്, സജിനയ്ക്ക് ഞാൻ 40 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടുണ്ട്, മാല കൊടുത്തിട്ടുണ്ട്, ഡയമണ്ടിന്റെ റിംഗ് കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ റെക്കോർഡിൽ. അതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ ആൾറെഡി അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39,00,000 പൈസ കൊടുത്തിട്ടുണ്ട്. സോ ഫാർ ഫ്രം 23 September onwards ഓൾമോസ്റ്റ് 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിംഗ്, മോതിരം, വാച്ച്, അതിന്റെ കൽപ്പിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, എല്ലാം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനം ചെയ്തിട്ടില്ല. കേട്ടല്ലോ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് റസൂൽ പൂക്കുട്ടി, ഞാൻ അവൾക്ക് 40 ലക്ഷം രൂപയും ഡയമണ്ടും നെക്ലസും അതും മാലയും അതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ആരും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇങ്ങനെയൊക്കെയാണ്. ഇത്രയൊക്കെ അയാളിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടാണ് സജിന ഫിറോസ് പിന്നെയും പിന്നെ അയാളുടെ അടുത്തുനിന്ന് 3 കോടി ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ സജിന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സജിനയ്ക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോഴെല്ലാം നേരെ റസൂൽ ഖാന്റെ അടുത്തേക്ക് ചെല്ലും. റസൂൽ ഖാൻ അടുത്ത് പറയും, പിന്നെ എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം. റസൂൽ ഖാൻ അത് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഭീഷണി. എന്റെ കയ്യിൽ നമ്മൾ റിലേഷനിലായതിന്റെ തെളിവുകളുണ്ട് റസൂൽ ഖാൻ. അതുപോലെ തന്നെ സജിന റസൂലിൽ നിന്നും പ്രഗ്നന്റ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ പ്രഗ്നൻസി കിറ്റിന്റെ തെളിവുകളൊക്കെ സജിനയുടെ കയ്യിലുണ്ട്. ഇതൊക്കെ പുറത്തു വിടുമെന്ന് സജിന റസൂൽ ഖായെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. റസൂല് പേടിച്ചിട്ടാണെങ്കിൽ സജിനയ്ക്ക് പറയുന്ന പൈസ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. റസൂലിനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഒക്കെ ഉള്ള വ്യക്തിയാണ്. പുള്ളിക്കാരന് വേറെ കുടുംബവും ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അവിഹിതം പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടല്ലേ. ആ നാണക്കേട് ഭയന്നാണ് സജിന ചോദിക്കുമ്പോൾ ആ കാശൊക്കെ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ ആണ് റസൂൽ പൂക്കുട്ടിയും സജിനയും തമ്മിൽ ഭയങ്കര വാക്കുതർക്കം ഉണ്ടായത്. റസൂൽ പൂക്കുട്ടീനെ പേടിപ്പിക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാണ് പുള്ളി. ഞങ്ങൾ തമ്മിൽ 4 വർഷം റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നില്ലേ അത്. പക്ഷെ കുറച്ച് സമയം മാത്രമേ ആ സജിനയുടെ അക്കൗണ്ടിൽ ആ പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പോസ്റ്റാണ് ഇപ്പൊ വിനയായി മാറിയിരിക്കുന്നത്.
അവിടെ നിന്ന് തുടങ്ങിയതാണ് എല്ലാം. അതുകൊണ്ട് സജ്നയുടെ എല്ലാ നാറിത്തരങ്ങളും പുറത്തേക്ക് വരുന്ന അവസ്ഥയായി. താൻ തന്നെ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് കേട്ടില്ലേ, അത് തന്നെ. എന്തായാലും സജ്നത്തെ ഇനിയാണ് പെടാൻ പോകുന്ന കാര്യം. ഇത്രയും നാളും പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഞാനത് പറയും അത് പറയും, ഇപ്പൊ പൊട്ടിക്കും എന്നും പറഞ്ഞാണല്ലോ. ഇപ്പൊ എല്ലാം പൊട്ടി നാറിയില്ലേ, ഇനി എന്തും പറഞ്ഞ് കാശ് വാങ്ങിക്കും. ഇനി ഇപ്പൊ കുറച്ച് ചീഞ്ഞ് നാറിയാലും വേണ്ടിയില്ല, റസൂൽക്കാക്ക് ഇനി സമാധാനമായിട്ട് നടക്കാമല്ലോ. ഇനി റസൂലിന്റെ ഭാര്യക്ക് അസുഖമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ദിയാസനയോട് സംസാരിക്കുന്നുണ്ടോ അതൊന്നും കേട്ടു. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി, കൊളാപ്സായി. ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിൽ കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. അപ്പൊ എന്തായാലും റസൂൽഖാന്റെ ഭാര്യയ്ക്ക് എന്തോ അസുഖമുണ്ട്, ബ്ലഡ് ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക്. ഇതിന്റെ ഭാഗമായിട്ട് റസൂൽഖാന്റെ ഭാര്യ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടക്കാണ് ആശാൻ അവിഹിതവുമായിട്ട് പോയത്. അതിനുള്ള എന്തായാലും പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അവിഹിതത്തിന് ഇതിലും മികച്ച ഒരു ശിക്ഷ കിട്ടാനില്ല. അപ്പം ദിയാസന പറയുന്നുണ്ട്, പിന്നെ ഭാര്യക്ക് വയ്യാത്തതാണ്, റസൂൽഖാന്റെ ഭാര്യക്ക് വയ്യാത്തതാണ്, ഒരു കുടുംബമുണ്ട്, നീ അവരെ വെറുതെ വിടണം, എന്തിനാണ് അവർക്ക് വയ്യാത്തല്ലേ എന്നൊക്കെ ദിയാസന പറയുന്നുണ്ട്. അപ്പം സജിന പറയുന്ന ഒരു കാര്യം ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്ന് കണ്ടു. അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുറ്റി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു എന്ന്, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും സജന, നീ ഇങ്ങനെ ചെയ്യില്ല, നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാന്ന് പറഞ്ഞു അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിത്തയുടെ കാര്യം അറിയേണ്ട കാര്യമില്ല. ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവർ ചത്താലും കുഴപ്പമില്ല, അവർ ചാവണമെന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോകണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റും? സ്ത്രീ എന്നല്ല, മനുഷ്യനായിട്ടുള്ള ഒരാൾക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പറയുന്നത് ചെറ്റത്തരമല്ലോ. ഒരുത്തന്റെ ഭാര്യ ചത്തിട്ടാണേലും കുഴപ്പമില്ല, അയാളുടെ ഭാര്യയാവണം. എന്തൊരു ടോക്സിക് ചിന്താഗതിയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇവളെയൊക്കെ എങ്ങനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റും? ഏതൊരാൾക്കും ഇങ്ങനെ രോഗമൊക്കെ വരുമെന്ന് പറയുമ്പോൾ മനസ്സൊക്കെ ഒന്നും അലിയത്തില്ല. ഈ പുള്ളിക്കാരിക്കാണെങ്കിൽ ആ ഒരു മനസ്സലിവ് പോലും ഇല്ലല്ലോ. ഇവിടെ സജിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ പൂക്കുട്ടീനെ കിട്ടിയ വലിയ സുഖമാണല്ലോ. അയാളുടെ കയ്യിലാണെങ്കിൽ പൂത്ത കാശുണ്ട്. ഇയാൾ ഒരുപാട് സിനിമാ വർക്കൊക്കെ എടുത്ത് ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇയാളെ എങ്ങാനും കല്യാണം കഴിച്ചാൽ ഇഷ്ടകാലം സുഖമായിട്ട് ജീവിക്കാം, അതായിരുന്നു സജിനയുടെ പ്ലാൻ. പക്ഷെ അത് സജിനയുടെ പ്രവൃത്തി കാരണം തന്നെ അടപടലം മൂഞ്ചിയിട്ടുണ്ട്. അന്ന് ആ പോസ്റ്റ് ഇട്ടത് കൊണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോഴും സജിന അയാളെ മുടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് പറയുന്നത്, എല്ലായ്പ്പോഴും ഒരാളെ മൂഞ്ചിപ്പിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല. സജിന ചെയ്തതിനെല്ലാം സജിനയ്ക്ക് ഇപ്പൊ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സജിനയും ദിയാസനയും തമ്മിൽ തെറ്റുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോ. അവള് പറഞ്ഞല്ലോ MDMA പേരിലാണ് അവളടുത്ത് പിണങ്ങിയെന്ന്. ഒരിക്കലും അല്ല. ഈ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അവളെ തെറി വിളിച്ചു. നല്ല വൃത്തിക്ക് തന്നെയാണ് ഞാൻ തെറി വിളിച്ചത്. എനിക്ക് അതിനകത്ത് ഇതൊന്നും തോന്നുന്നില്ല. ഒരു സ്വന്തം ഭാര്യ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരണം, മരിച്ചാലേ എനിക്ക് അതിന് സൗകര്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇരുന്നോണ്ട് പറഞ്ഞു, ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആവാതെ നീ ഇത്തരം വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പറയുന്നതാണ്. എനിക്ക് അവനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയേണ്ട കാര്യമില്ല. അവൻ എന്റെ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളത്, അതായത് കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്ന് ഫിസിക്കലി പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അവനെതിരെന്ന് അവൾ എന്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ മൈനറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീ എന്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുകയും എനിക്ക് ആകെ ഷോക്കാവുകയും ഞാൻ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാവുകയും നല്ല രീതിയിൽ ചീത്തവിളിയെന്ന് മാത്രമല്ല, ഞാനാകെ ഷോക്കായിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. അതുവരെ മോനെ 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 എന്ന് വിളിക്കുന്ന ഒരു സജനയാണ് എനിക്ക് അറിയുന്നത്. ഒന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിനെയാണ് അവൾ എന്റെ അടുത്ത് ഇത് പറയുന്നത്. ഇത് കേട്ടവരും അറിഞ്ഞവരും ഇതേ വർത്താനം പറഞ്ഞവരും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് എന്റെ സായിയുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി, ഇതേ കാര്യം അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും ഞാൻ CWCക്ക് ഫിറോസിക്കാക്കെതിരെ വേറൊരു 17 വയസ്സായ ഒരു കുട്ടിക്ക് എതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജിന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അലിഗേഷൻ നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇതിപ്പോ ഓരോ ദിവസം കഴിയുന്തോറും ഈ സജിനയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കേട്ടോ. ഇപ്പൊ സജിനയും അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയും ഫിറോസ് ഖാനും തമ്മിലുള്ള ആ ഒരു ഇതുമായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ രംഗത്ത് വന്ന എല്ലാവരും സജിനയ്ക്കെതിരെ മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരാൾ പോലും ഫിറോസ് ഖാനെതിരെ സംസാരിക്കുന്നില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചായിരുന്നോ? ഫിറോസ് ഖാനെ കുറിച്ച് ആകെ സംസാരിക്കുന്നത് സജിന മാത്രമാണ്. ബാക്കി എല്ലാവരും സജിനയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സജിനയുടെ തനി ഗുണം എന്താണെന്നുള്ളത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സജിനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്.
നല്ലോണം എന്ന് പറഞ്ഞാൽ ജീവിതം കുളം തോണ്ടുന്ന രീതിയിൽ തന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. അത് കാരണം അവരെല്ലാം സജിനയ്ക്കെതിരെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് രംഗത്ത് വന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലവരുടെ കൂടെ നിൽക്കുക. ഇനി അടുത്തത് ഈ ദിയാസനയും ആൻമറിയ എന്ന് പറയുന്ന അന്നമ്മ എന്ന് പറയുന്ന വേറൊരു ഫ്രണ്ട്, അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഹലോ, എവിടെയാ? ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് പൊക്കി എടുത്തൊരു കസേരയിൽ ഇരുത്തി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടില് മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എന്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങള് സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഇല്ല സാർ, നോ സാർ, ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. ഐ എം റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യാന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തില് എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാവരും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരുന്ന സമയം. അപ്പൊ ഇപ്പൊ നമ്മൾ കേട്ടത് സജനയുടെ ഫ്രണ്ടായ പിന്നെ ആൻമറിയ അഥവാ അന്നമ്മയുടെ വോയിസ് ആണ് നമ്മളിപ്പോ കേട്ടത്. ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഈ സജിനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാരെയും സജിന വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സജിനക്കെതിരെ ഓരോരുത്തരായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയൊരു കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾ. ഇവ എപ്പോഴും അന്നമ്മയെ എന്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്? നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല, അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റ് ആണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? അത് നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കേ. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പൊ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാന്നറിയോ, ഇക്കാടെ കൂടത്തില് ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായതാ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ല ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നല്ല, ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്. എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കായുടെ ഫാമിലി വലുതല്ലേ. എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുള്ളി ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിനു തിരിച്ചു കയറ്റിന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയും ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്, ഇവൾ അവിടെ കിടന്ന് ഷാദിയത്തിനെ വിളിച്ച് ഞങ്ങള് തിരിച്ച് കേറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്നാന്നറിയോ, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാ പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിയത്തെ ഇവളും തമ്മിൽ, ഷാദിയത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പുറപ്പിനെ അതിനുള്ളത് നമ്മള് തിരിച്ചു വന്നല്ലോ. അത് കാരണം ചേച്ചിയുടെ അമ്മ വരെ ഹോസ്പിറ്റലായില്ലേ. ഇതിൽ കൂടുതൽ എന്ത് ചെയ്തു തരാനാവും? കൂടപ്പിറപ്പായിട്ട് കണ്ടില്ലേ, അതിന് പകരം തന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ റസൂൽ പൂക്കുട്ടിയുടെ അടുത്തേക്ക് സജിന വരുന്നുണ്ട്. അന്നേരം സജിന ചോദിക്കുന്ന വ്യക്തമായിട്ട് അതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അന്നേരം റസൂൽ പൂക്കുട്ടി പറയുന്നുണ്ട് ദിയാനോട് സംസാരിക്കുന്നത്. അങ്ങനെ അവിടെ വൻ കോലാഹലം ഉണ്ടാക്കുന്നുണ്ട്. അതും വോയിസിൽ കൃത്യമായിട്ട് കേൾക്കുന്നു. അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും ഒരു മിനിറ്റ്. നിങ്ങളെ ഏത് അവസ്ഥ നിന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നത്? ആരായാലും നിനക്ക് എന്താണ്?
ദിയാണ് സംസാരിക്കുന്നത്. ദിയ. എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവരെ കൂട്ടാൻ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, എന്തിനോ ശബ്ദം ഉണ്ടാക്കരുത്, എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾ അവരെ കൂട്ടാൻ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, എന്തിനോ ശബ്ദം ഉണ്ടാക്കരുത്, എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടി ഞാൻ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിപ്പോ സമാധാനമായിട്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് സന്നദ്ധനായിട്ട് നിൽക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതും പറഞ്ഞ് ദിയാസന ഫോൺ വെച്ചിട്ട് പോയി. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് പഠിച്ചവനറിയാം. എന്തായാലും ഇതിൽ നിന്നെല്ലാം നമ്മൾ ഈ ഒരു വോയിസിലും കേട്ട് ഇതിൽ നിന്നെല്ലാം എന്തായാലും മനസ്സിലാക്കാൻ പറ്റും നമുക്ക് സജ്നയുടെ സ്വഭാവം ഏറെക്കുറെ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സജ്നയുടെ ഒരു ഭീഷണി സന്ദേശം ദിയാസന പുറത്തുവിടുന്നുണ്ട്. അത് ഈ പറയുന്ന ആൻമറിയ അഥവാ അന്നമ്മയ്ക്കുള്ള ഒരു ഭീഷണി സന്ദേശമാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സജ്നയും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടതിനെ കുറിച്ച്. അത് ആക്ച്വലി ചോർത്തി കൊടുത്തത് ദിയാസനയാണ്. ഇപ്പോഴാണ് അത് പുറത്തു വരുന്നത്. മുമ്പ് അതാരാണ് ചോർത്തി കൊടുത്തതെന്ന് അറിയത്തില്ലായിരുന്നു. അതറിയാൻ വേണ്ടിയിട്ട് അന്നമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു സജ്ജന ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. അത് കേട്ടു. കടിക്കാത്ത പട്ടി കുരയ്ക്കൂന്ന് പറയുന്ന കണക്ക്, ഈ കടിക്കാത്ത പട്ടി കടിക്കൂന്ന് പറയുന്ന കണക്ക് അവസാനം വന്നാൽ എന്നെ ചൊറിഞ്ഞ് മാന്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കട്ടെ. എന്തായാലും നാണം കിട്ടില്ലേ? നാണം കേട്ട് അങ്ങേറ്റിരിക്കും ഞാൻ. ഇനി പിന്നെ എനിക്ക് ഇനി നാറാൻ എന്തുവാ? അതൊന്നും നാറാനില്ല. പക്ഷെ നാറാനുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ബന്ധങ്ങളും എല്ലാം പല ആൾക്കാർക്കും ഉണ്ട്. ഇപ്പം നിന്നെ ആണെന്നോ ഞാൻ പറയുന്നില്ല, നീ ആണെന്നല്ല ഞാൻ പറയുന്നത്. സ്പെസിഫൈ ചെയ്ത് നീ ആണെന്നോ അല്ല മറ്റുള്ളവരാണെന്നോ അല്ല. ചെയ്തവരാരായാലും കൊള്ളുന്നവരെന്തായാലും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിയമവശാ നീങ്ങുവാണ്. നീ എന്ന് പറഞ്ഞ കണക്ക് നിയമവശാളെ എന്റെ കുറെ സാധനങ്ങൾ ലീക്കായിട്ടുണ്ട്. അതെനിക്ക് എവിടുന്നാ ലീക്കായെന്ന് എനിക്കറിയണം. പല കാര്യങ്ങളും ലീക്കായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അച്ചായനെ അയച്ചിട്ടുണ്ട്, ഷാലുവിനെ അയച്ചിട്ടുണ്ട്, അല്ല മറ്റേ നമ്മളുടെ ദിയയ്ക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അയച്ചിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ട് നിൽക്കുന്ന സാധനങ്ങളും നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ച് നിങ്ങളും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പലതും എനിക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ എന്റെ തന്തയല്ല നിങ്ങളെ തന്ത. അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും മാന്താൻ നിൽക്കില്ല. പക്ഷെ ഇങ്ങോട്ട് ചൊറിയാൻ നിന്നാൽ ചില ആരാണ് മാന്താത്തത്? സൈ കേട്ടാ പുലി പുല്ലും തിന്നു പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിയമവശ പോവാ. പക്ഷെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നല്ല രീതിയിൽ കയറി മോന്തി കൊല്ലുമല്ല. ശരി. എന്തായാലും മാന്തി കൊന്ന ആളുടെ ഭവിഷ്യത്ത് നമ്മൾ കണ്ട് ചീഞ്ഞ് നാറി ആകെ പെട്ടില്ലേ. കഴിഞ്ഞ ദിവസം സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്ന് എന്തൊക്കെയോ വെല്ലുവിളിക്കുന്ന കണ്ടായിരുന്നു. ഈ പിന്നെ ഡ്രഗ് ടെസ്റ്റിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഇനി റസൂൽ പൂക്കുട്ടിയെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ ദിയാസന കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് കേട്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കുമ്പോൾ തോന്നുമായിരിക്കും, അയ്യോ റസൂലിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചല്ലോ, ഭീഷണിപ്പെടുത്തിയല്ലോ, അങ്ങനെ റസൂലും പെട്ടതായിരിക്കും. അല്ല, റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആള് ഫിറോസ് ഖാന്റെയും സജ്നയുടെയും ജീവിതത്തിൽ വന്നു. അവരുടെ ജീവിതം കുളം തോണ്ടി. 4 കൊല്ലമായി അയാളുമായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറയുമ്പോഴും 2 കൊല്ലമായിട്ടേ ഉള്ളൂ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട്. അതിന്റെ ഇടയിൽ അവള് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും ഇല്ലീഗലായിട്ടും ലീഗലി ഒരു ഹസ്ബൻഡ് നിലനിൽക്കൊക്കെ തന്നെ ചെയ്തതാണ്. അപ്പോഴും ഫിറോസിക്ക ക്ഷമിച്ചത് ഫിറോസിക്കയുടെ മകൻ ഒരാൾ അവക്ക് ഉണ്ട്. ഫിറോസിക്കയെ പലപ്പോഴായിട്ട് അവര് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഫിറോസിക്ക ഇതുവരെയും പറയാത്ത കാര്യമാണ്. ഈ കുട്ടീനെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക്, ഒരു അമ്മയായ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സാധിക്കണമെന്ന് അറിഞ്ഞൂടാ. ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് എല്ലാരും പറയുന്നുണ്ടല്ലോ ടോക്സിക് ആയിട്ടുള്ള ഫിറോസ് ഖാൻ. ഞാൻ ഇങ്ങനെയൊന്നും അയാളെ കണ്ടിട്ടൊന്നുമില്ല. ഒരു 15 കൊല്ലം മുമ്പേ എനിക്ക് അറിയുന്നതാണ് ഇയാളെ. ഈ ടോക്സിക് ആയിട്ടെന്ന് പറഞ്ഞ ഈ ഫിറോസ് ഖാനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം പോലും കുട്ടിയെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത സിറ്റുവേഷനിലാണ് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് പോലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫിറോസിക്കയുടെയും സജ്നയുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് റസൂൽ പൂക്കുട്ടി വന്നത്. റസൂൽ പൂക്കുട്ടി പറയുന്ന റെക്കോർഡ്സുകളാണ് ഫിറോസിക്ക പബ്ലിഷ് ചെയ്തേക്കുന്നത്. അതായത് ഡിവോഴ്സ് വാങ്ങിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ സപ്പോർട്ടും ചെയ്തു കൊടുക്കാം, പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. ഫിറോസിക്ക ഒരുപാട് വട്ടം അവരുടെ ഫാമിലിയിൽ പോയി സംസാരിച്ചു, റിക്വസ്റ്റ് ചെയ്തു. അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതാ അവസാന നിമിഷം പുള്ളിയുടെ കൊച്ചിനെയും കൊടുക്കാതെ പുള്ളി വന്നിരുന്ന് കൈകൂപ്പിക്കൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരുമോ എന്ന് പറയുന്ന അവസ്ഥയിൽ വരെ എത്തി. ആലോചിക്കണം. അപ്പൊ എത്രമാത്രം ടോളറേറ്റിംഗും ടോർച്ചറിംഗ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊണ്ടിരുന്ന സജ്നയ്ക്ക് പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഇതുപോലെ ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും മറ്റാളുകളായിട്ടൊക്കെ ഉള്ള ബന്ധമുണ്ടെന്ന്. ഒരു സ്ത്രീക്ക് എത്ര ബന്ധം ഉണ്ടെങ്കിലും അത് പ്രശ്നമില്ല, പക്ഷെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാവരുത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവര് എത്ര ആളുകളെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഫിറോസിക്ക പറഞ്ഞിട്ടുള്ള പല പുരുഷന്മാരെ കയ്യിൽ നിന്നും ഇവര് കാശ് വാങ്ങി, ലക്ഷങ്ങള് കാശ് വാങ്ങി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവര് പേടിച്ചോടിയ കഥകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഫിറോസിക്കാരുടെ ലൈഫ് തൊലച്ച റസൂൽ പൂക്കുട്ടി ഒരു പൂക്കുട്ടി മാത്രമല്ല, ഈ പൂക്കുട്ടിക്ക് പല ബന്ധങ്ങളും വേറെയും ഉണ്ട്. അതിനിപ്പോ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ചെലവിനെടുത്തോണ്ടിരിക്കുന്ന സ്ത്രീകൾ അവര് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവര് വാങ്ങിച്ച് തിന്നുന്നു,
അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു, അത് അവരുടെ പ്രൈവസി. അതുകൊണ്ടിട്ട് ആ സ്ത്രീകളെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ഒരു കേസ്, പാലക്കാട് 2 കേസ്, കൊല്ലത്ത് 1 കേസ് എനിക്കറിയാം. ഇത്രയും മതി. റസൂൽ പൂക്കുറ്റീനെ പറ്റിയിട്ടാണ് ഇതൊക്കെ വെച്ചിരുന്നിട്ടാണ് സജിന. പിന്നെ ഈ ലോകം മൊത്തത്തിലെ ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ ആയത് കൊണ്ടിട്ട്, ഒരു മാഡം ആയത് കൊണ്ടിട്ട് പ്രശ്നമില്ല, എല്ലാരും കണക്ക് തന്നെയാണ്. ഇത് പറയുന്നതിൽ സത്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കലി വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ നാണം കെട്ട പരിപാടിയാണ്. പക്ഷെ വിളിച്ചു പറയാൻ നിവൃത്തിയില്ലല്ലോ. എന്തായാലും സജിനയും കൊള്ളാം, റസൂൽ പൂക്കുട്ടിയും കൊള്ളാം. റസൂൽ പൂക്കുട്ടിക്കാണെങ്കിൽ സജിനയെ കൂടാതെ കുറെ റിലേഷൻഷിപ്പ് വേറെയും ഉണ്ട്. അവർക്കാണെങ്കിൽ നല്ല രീതിയിൽ പൈസ ചെലവിനും കൊടുക്കുന്നുണ്ട്. ഇയാൾക്ക് പണം ഒരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. ഇയാൾക്ക് പെണ്ണുങ്ങളെ മാത്രം മതി. അതുകൊണ്ട് തന്നെയാണല്ലോ ഇയാള് ഓരോ പെണ്ണുങ്ങളെയും ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് പൈസയൊക്കെ കൊടുക്കുന്നത്. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.